ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. തരുൺമൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്ന തുടരും എന്ന ചിത്രം 30-ാം തീയതിയിൽ നിന്ന് മാറ്റി. തുടരും എന്ന ചിത്രത്തിന് എന്ത് സംഭവിച്ചു? ഇതൊരു ചോദ്യമായി നിൽക്കുകയാണ്. മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് കാണാൻ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ രണ്ട് സിംഹങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ അത് മലയാള സിനിമയ്ക്ക്, മലയാളി സിനിമ പ്രേക്ഷകർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ തുടരുമെന്ന സിനിമ മാറ്റിവെച്ചിരിക്കുന്നു. അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതിനകത്തിൽ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ തംബ്നെയിലിൽ വേണ്ടേ, ആർക്കും വേണ്ടേ ഈ സിനിമ OTTക്ക് പോലും വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അവിടെ തരുൺമൂർത്തിയുടെ ആ ഒരു വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും തോന്നുകയാണ്. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ തുടരുമെന്ന സിനിമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതായത് ഇത് ഡയറക്ടർ പ്രൊഡ്യൂസർ തമ്മിലുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഈ ഒരു സിനിമ 30-ാം തീയതി ഇറക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. ആ ഒരു സിനിമ ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഡയറക്ടറായ തരുൺമൂർത്തി തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പം എന്തുകൊണ്ട് ഈ സിനിമ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പോലെ ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമയല്ല, അത്യാവശ്യം ബഡ്ജറ്റോടെ വരുന്ന സിനിമ തന്നെയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. OTTയിലേക്കുള്ള സെയിൽ നടക്കണം ഈ സിനിമ, അല്ലെങ്കിൽ സിനിമയുടെ ബിസിനസ് നടക്കണം. അതുതന്നെയാണ് തിയേറ്ററിൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സിനിമ മാത്രമല്ല, എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. അവിടെ ഇപ്പോൾ മലയാള സിനിമയിൽ അതിനൊരു ചവിട്ടിപ്പിടുത്തം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രൊഡ്യൂസറെ അതിനകത്തിലേക്ക് സിനിമ സേഫ് ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ചർച്ചപരമായിട്ടാണ് 30-ാം തീയതിയിൽ നിന്ന് മാറ്റി സിനിമ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ സാധാരണ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ ആളുകൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങളല്ല. അതായത് ഫാൻ ഫൈറ്റ് അവസാനിപ്പിക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞ് ഒരുപാടായി ഈ ഒരു ഫാൻ ഫൈറ്റ്, മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് തുടങ്ങിയിട്ട്. എന്താണെങ്കിലും അത് നല്ല രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു കാലഘട്ടം വരെ എന്തൊക്കെ ഫാൻ ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും സിനിമ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞാൽ ചീത്ത വിളിയും അസഭ്യം പറച്ചിലുമൊക്കെയാണ്. അതിൽ എന്താണ് കിട്ടാനുള്ളത്? നിങ്ങൾ നല്ല സിനിമ അല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയുക. ഇതൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓരോ സംവിധായകനും അതേപോലെ മോഹത്തോടുമാണ് ഓരോ സിനിമയും ഇറക്കുന്നു. അങ്ങനെയാണ് ചില സിനിമകൾ പാളിപ്പോകും. 250-ന് മുകളിലുള്ള സിനിമകൾ ആയിട്ടാണ് മലയാള സിനിമ കഴിഞ്ഞ വർഷം വന്നത്. 10-15 സിനിമയാണ് വിജയിച്ചത്. ഇനിയും തുടരും എന്ന സിനിമയ്ക്ക് പറ്റിയ കാര്യം ഇത്ര തന്നെയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടു സിനിമ നീക്കി വെക്കണം, ഇതിൻ്റെ ബിസിനസ് നല്ല ലെവലിലേക്ക് നടന്നിട്ട് വേണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് സിനിമ ഇതിനകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട്, തീർച്ചയായും മോഹൻലാലിന് നല്ല പേര് വരുന്ന ഒരു ചിത്രമായിരിക്കും, നല്ല ലെവലിലുള്ള സിനിമയായിരിക്കും എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത്രയും ആഗ്രഹിച്ചും അതായത് അദ്ദേഹം ഒരു ഫാൻ ബോയ് തന്നെയാണ്. അതായത് ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സംവിധാനം ചെയ്യുന്ന ഇന്നത്തെ യൂത്തിൽ എല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ ഫാൻസൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആ ഒരു സംഭവം വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ കാര്യങ്ങൾ പടച്ചു വിടുന്നത് വലിയ രീതിയിൽ മോശമാണ്. നമ്മൾ കൊതിച്ചതാണ് മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് റിലീസ്. ഒരാഴ്ചക്കുള്ളിൽ ആ രണ്ട് സിനിമകൾ വരികയും ഏത് സിനിമയാണ് വിജയിക്കുന്ന എന്നുള്ള ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. എന്താണേലും അന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ രണ്ട് സിനിമകൾ ഒരുമിച്ച് വരുമ്പോൾ അത് രണ്ടിനും ദോഷം ചെയ്യുകയുള്ളൂ എന്നുള്ളത്. അതായത് രണ്ടും വിജയിച്ചു കഴിഞ്ഞാൽ ഇതിന് സംഭവിക്കാൻ പോകുന്ന കളക്ഷൻ ഒന്ന് കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരെയും സിനിമകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് 15 ദിവസത്തെങ്കിലും ഗ്യാപ്പ് വരുമ്പോൾ രണ്ട് സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള കളക്ഷൻ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് ഫാൻ ഷോസും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഈ സിനിമ മാറ്റിവെക്കുന്നത്. അത് ഒരുപാട് പേർക്ക് നിരാശയുണ്ടാകാം, ഫാൻസിന് നിരാശയുണ്ടാകാം. അതിന് ഒക്കെ ഉപരിയാണ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അണിയറയിൽ പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകന് തന്നെ ഉണ്ടാകുന്നത്. എന്താണ്, സിനിമ കുറച്ച് നാളത്തേക്ക് തന്നെ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. എന്താണേലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ വരും എന്നുള്ളത് ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും 30-ന് സിനിമയില്ല. തുടരും എന്ന സിനിമയ്ക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല. OTTക്ക് വേണ്ടാത്തത് കൊണ്ടൊന്നുമല്ല സിനിമ മാറ്റിവെച്ചത് എന്നുള്ളതും കൂടെ എടുത്തു പറയാം. സിനിമ ആ ഒരു ബിസിനസ് നല്ല ലെവലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് മാറ്റിവെച്ചത്. ഒരു പക്ഷേ എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞിറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റും കൂടെ ലക്ഷ്യം വെച്ചിട്ട് ആയിരിക്കാം. അത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെയും ചെയ്യാം. കാരണം ഇതൊരു ബിസിനസ്സാണ്, ആ ബിസിനസ് വിജയിക്കാൻ വേണ്ടി തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അനാവശ്യമായിട്ടുള്ള ഫാൻ ഫൈറ്റുകൾ ഉപേക്ഷിക്കുക. അത് ആരുടെ ഫാനാണെങ്കിലും തീർച്ചയായും ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പ്രശ്നം. സൗഹൃദപരമായി നിന്ന് രണ്ട് പേരുടെയും സിനിമകൾ വിജയിപ്പിക്കാം. നല്ല സിനിമകളെ പോലും എന്തിനോ പല രീതിയിൽ കളിയാക്കുകയും വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകളെ കളിയാക്കിയും വരുന്ന സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അതൊക്കെ വലിയ രസകരമൊന്നുമില്ല. കുറച്ചൊക്കെ രസമുണ്ടെങ്കിലും പിന്നീട് അത് ബോറടിക്കുന്നു എന്ന് തന്നെ പറയാം. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം.